ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഒരു ഹോമിയോപ്പതി ഡോക്ടർക്ക് കോവിഡ്-19 പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് നടത്താൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഇതൊരു കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ കേസിന്റെ ഫാക്ട് എന്തെന്ന് വെച്ചാൽ, ഒരു ഹോമിയോപ്പതി ഡോക്ടർ, അദ്ദേഹം അറൌണ്ട് 20 ഇയേഴ്സ് ആയിട്ട് ഒരു 20 വർഷം അടുപ്പിച്ച് അദ്ദേഹം കേരളത്തിലെ ഒരു സിറ്റിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം റിസർച്ച് ഡോക്യുമെന്റുകൾ ഇന്റർനാഷണൽ കോൺക്ലേവുകളിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഫോറിൻ കൺട്രീസിൽ കോവിഡ്-19 പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് നടത്തി ക്യൂർ ചെയ്യിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റു വൈറൽ ഇൻഫെക്ഷൻസിനൊക്കെ അദ്ദേഹം ട്രീറ്റ്മെന്റ് നടത്തി അദ്ദേഹത്തിന് നല്ല പരിചയമുള്ള ഒരു ഡോക്ടറാണ്. വാസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടറാണ്. അങ്ങനെയുള്ള ഒരാള് കേരളത്തിലെ ഒരു സിറ്റിയിൽ ഒരു കോവിഡ്-19 പേഷ്യന്റിനെ ട്രീറ്റ്മെന്റ് നടത്തിയപ്പോഴത്തേക്കും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നിന്ന് അദ്ദേഹത്തിനെ വന്ന് കാണുകയും അവർ അദ്ദേഹത്തിനെ വാൺ ചെയ്യുകയും ചെയ്തു, ഇനി ഇത് തുടർന്നു കഴിഞ്ഞാൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം കേസെടുക്കുമെന്ന്. അതിനെതിരെ ഹൈക്കോടതിയിൽ അപ്രോച്ച് ചെയ്തു. അദ്ദേഹം ഒരു റിട്ട് ഫയൽ ചെയ്തു. അദ്ദേഹം ഒരു ഹോമിയോപ്പതി ഡോക്ടറാണെന്നും അദ്ദേഹത്തിന് പ്രാക്ടീസ് നടത്താനുള്ള അധികാരമുണ്ടെന്നും സുപ്രീം കോടതി അദ്ദേഹത്തിന് പ്രാക്ടീസ് ചെയ്യാനുള്ള, അത് ഹോമിയോപ്പതി ഡോക്ടേഴ്സിന് കോവിഡ്-19 പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് നടത്താമെന്നും അതിന് വേണ്ടിയിട്ട് ആയുഷ് മന്ത്രാലയം ഒരു ഗൈഡ് ലൈൻസ് പുറപ്പെടുവിച്ചിട്ടുമുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിലനിൽക്കെ അതിനെ തടയുന്നത് അദ്ദേഹത്തിന് ഒരു പ്രൊഫഷണൽ പ്രാക്ടീസ് നടത്തുന്നതിന് തടയുന്നതിന് തുല്യമാണ്. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 1G അദ്ദേഹത്തിന് അധികാരം കൊടുത്തിട്ടുണ്ട്. അതിനെ തടഞ്ഞുകൊണ്ട് ഒരു അതോറിറ്റീസിനും, അത് ഗവൺമെന്റ് അതോറിറ്റീസിനും ഓർഡർ ഇടാൻ പറ്റില്ല എന്നും ഗവൺമെന്റ് അതോറിറ്റീസിനെ റെസ്ട്രിക്ട് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. നമുക്ക് ആരാണ് ഒരു ഹോമിയോപ്പതി ഡോക്ടർ എന്ന് നോക്കാം. അതായത് ദ നാഷണൽ കമ്മീഷൻ ഫോർ ഹോമിയോപ്പതി ആക്ട് 2020 വന്ന പുതിയ നിയമമാണ്. അത് പ്രകാരം പ്രൊവൈഡ്സ് ദാറ്റ് നോ പേഴ്സൺ അതർ ദാൻ എ പേഴ്സൺ എൻറോൾഡ് ഇൻ സ്റ്റേറ്റ് രജിസ്റ്റർ or the national register shall be allowed to practice homeopathy as a qualified practitioner. Thus, a person whose name is entered in the state register or central register has a right to practice homeopathy. അതായത് ഒരാളുടെ പേര് അത് സ്റ്റേറ്റ് രജിസ്റ്ററിലോ സെൻട്രൽ രജിസ്റ്ററിലോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അത് പറഞ്ഞിരിക്കുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ ഹോമിയോപ്പതി ആക്ട് ആണ്. അത് 2020 വന്നതാണ്. ഇപ്പൊ ഈ ഡോക്ടർക്ക് പഴയ ആക്ട് പ്രകാരമാണ് എൻറോൾ ചെയ്തിരിക്കുന്നത്. ആ പഴയ ആക്ട് എന്ന് പറയുന്നത് ദ ഹോമിയോപ്പതി സെൻട്രൽ കൗൺസിൽ ആക്ട് 1973. അത് റിപ്പീൽ ചെയ്തിട്ടാണ് പുതിയ നാഷണൽ കമ്മീഷൻ ഫോർ ഹോമിയോപ്പതി ആക്ട് 2020 നിലവിൽ വന്നത്. അപ്പോൾ പഴയ ആക്ട് പ്രകാരം സെക്ഷൻ 26 പ്രകാരം എവറി പേഴ്സൺ ഹൂസ് നെയിം ഈസ് ഫോർ ദ ടൈം ബീയിങ് ഇൻ ഫോഴ്സ് ബോൺ ഓൺ പാർട്ട് 1 ഓഫ് ദ സെൻട്രൽ രജിസ്റ്റർ ഓഫ് ഹോമിയോപ്പതി ഷാൾ ബി എൻറ്റൈറ്റിൽഡ് ടു പ്രാക്ടീസ് ഹോമിയോപ്പതി ഇൻ എനി പാർട്ട് ഓഫ് ഇന്ത്യ. അപ്പോൾ അത് പ്രകാരമാണ് നമ്മുടെ ഈ ഡോക്ടറൊക്കെ ഹോമിയോപ്പതിയിൽ ഈ ഒരു ഇതിൽ എൻറോൾ ചെയ്തിട്ട് അദ്ദേഹം പ്രാക്ടീസ് തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രാക്ടീസ് തുടങ്ങുന്ന ആൾക്കാരെ അവർക്ക് ആർട്ടിക്കിളിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെന്നും അവരെ ഒരു വിധത്തിലും കർട്ടൈൽ ചെയ്യാൻ പാടില്ല എന്നും അതുപോലെ തന്നെ സുപ്രീം കോടതിന്റെ ഡിസിഷൻ ഉണ്ടെന്നും കോവിഡ്-19 പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് നടത്താൻ അതുപോലെ ആയുഷിന്റെ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടെന്നും ആ ഡോക്ടർ കോടതിയിൽ വാദിച്ചു. ഇതിന്റെ അകത്ത് കോടതി കൊടുത്തിരിക്കുന്ന ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആയുഷിന്റെ ആ ഒരു ഗൈഡ് ലൈൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതിനുശേഷം ആ കോടതി അത് എങ്ങനെയൊക്കെ ട്രീറ്റ്മെന്റ് നടത്താം, അതിന്റെ റെസ്ട്രിക്ഷനോട് കൂടിയുള്ള കാര്യങ്ങൾ കോടതി ഇതിൽ പറയുകയുണ്ടായി. അതാണ് നമ്മളിന്ന് നോക്കുന്നത്. അത് പ്രകാരമാണ് ഒരു ഹോമിയോപ്പതി ഡോക്ടർക്ക് ഒരു കോവിഡ്-19 പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ് നടത്താനായിട്ട് സാധിക്കത്തുള്ളൂ. വെറുതെ രീതിയിൽ എങ്ങനെയെങ്കിലും ട്രീറ്റ്മെന്റ് നടത്താനായിട്ട് പറ്റത്തില്ല. ഇതിനകത്ത് തന്നെ പലതരത്തിലുള്ള അപ്രോച്ച് ഉണ്ട്. ഹോമിയോപ്പതിക്ക് പലതരത്തിലുള്ള അപ്രോച്ച് ഉണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ആയുഷ് ഗൈഡ് ലൈൻസിനകത്ത് ഹോമിയോപ്പതിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പ്രോഫിലാക്സിസ്, അമീലിയറേഷൻ ആൻഡ് മിറ്റിഗേഷൻ. ഇതാണ് ഹോമിയോപ്പതിയുടെ പർപ്പസ് എന്ന് പറയുന്നത്. പ്രോഫിലാക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവെൻഷൻ ആണ്. ആദ്യമായിട്ട് ചെയ്യേണ്ട പ്രിവെൻഷൻ ആണ്. അതുപോലെ തന്നെ അമീലിയറേഷൻ മീൻസ് മെച്ചപ്പെടുത്തൽ. അടുത്തത് മിറ്റിഗേഷൻ ആണ്. മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ശമനം, കുറയ്ക്കുക. അപ്പം ഇതാണ് ഹോമിയോപ്പതിയുടെ അപ്രോച്ച് എന്ന് പറയുന്നത്. പിന്നെ ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് പ്രിവെന്റീവ് മെഷേഴ്സ് ആണ്. അതുപോലെ തന്നെ ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കണം. അതിലൂടെ അവരുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കണം. അതാണ് ഹോമിയോപ്പതിയുടെ ആദ്യത്തെ പർപ്പസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ സിംറ്റമാറ്റിക് മിറ്റിഗേഷൻ ആണ്. അതായത് അഫക്റ്റഡ് പേഴ്സൺസിന്. ഇതിനകത്ത് മിറ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലഘൂകരണമാണ്, ശമിപ്പിക്കുന്നതാണ്. അതായത് അഫക്റ്റഡ് പീപ്പിളിന് അതിനെ ശമിപ്പിക്കുക, ഈ അസുഖത്തെ ശമിപ്പിക്കുക എന്നുള്ളതാണ് ഹോമിയോപ്പതിയുടെ അടുത്ത പർപ്പസ് എന്ന് പറയുന്നത്. ഇതിന്റെ ആദ്യത്തെ പർപ്പസ് എന്ന് പറയുന്ന പ്രിവെൻഷനകത്ത് വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിൻ്റെ അകത്താണ് അവർ പ്രിവെന്റ് ചെയ്യുന്നതിന് ഉള്ള മെഡിസിൻസ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഹോമിയോപ്പതിയിൽ ഇത് പ്രിവെന്റ്, അതായത് ഇൻഫ്ലുവൻസ പോലുള്ള മീൻസ് വൈറൽ ഡിസീസസ് പ്രിവെന്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മെഡിക്കേഷൻസ് അവർക്കുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന പ്രിവെന്റീവ് മെഷേഴ്സിന്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്തതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അടുത്തതെന്ന് പറഞ്ഞാൽ
ഈ സിംറ്റമാറ്റിക് മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതി മെഡിസിൻസ് തന്നെ ഒരുപാട് ഈ വൈറൽ ഡിസീസസിന് ട്രീറ്റ്മെൻറ്റ് നടത്തി ക്യൂർ ആക്കിയിട്ടുള്ള ചരിത്രമുള്ളതാണ്. അതൊക്കെ എഫക്റ്റീവ് ആണെന്ന് തെളിഞ്ഞിട്ടുള്ളതാണ്. അത് ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ്, ഡെങ്കി, അക്യൂട്ട് എൻസെഫലൈറ്റിസ് സിൻഡ്രോം അതുപോലുള്ള അസുഖങ്ങൾക്ക് ഈ മെഡിക്കേഷൻസ് പ്രിസ്ക്രൈബ് ചെയ്ത് അത് ഗുണകരമാണെന്ന് തെളിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഈ ഹോമിയോപ്പതി മെഡിക്കേഷൻസ് ഈ സിംറ്റമാറ്റിക് മിറ്റിഗേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുന്നത് ആ കേസസിൻ്റെ സിവിയറിറ്റി നോക്കിയിട്ടായിരിക്കണം. അതാണ് രണ്ടാമത് പറയുന്ന കാര്യം. അടുത്തതായിട്ട് പറയുന്ന പേഷ്യൻസ് ഓഫ് COVID-19 ആർ ടു ബി ട്രീറ്റഡ് വിത്ത് അഡ്ജുവൻറ്റ് ഹോമിയോപ്പതിക് മെഡിസിൻസ് വിത്ത് ദ പെർമിഷൻ from local health authorities and medical superintendent of the hospital. Homeopathic doctors must follow all preventive measures using PPEs as are required for dealing with the COVID-19 patients. These remedies according to different stages of diseases are given below. ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതി ഡോക്ടേഴ്സിന് COVID-19 പേഷ്യൻസിനെ ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റും. അതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് പെർമിഷൻ ഫ്രം ലോക്കൽ അതോറിറ്റീസ് വേണം. അതുപോലെ മെഡിക്കൽ സൂപ്രണ്ടിൻ്റെ ഹോസ്പിറ്റലിലെ മെഡിക്കൽ സൂപ്രണ്ടിൻ്റെ പെർമിഷനും വേണം. പിന്നെ അതുപോലെ തന്നെ ഈ ഹോമിയോപ്പതി ഡോക്ടേഴ്സ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുത്തിട്ട് വേണം ഈ ട്രീറ്റ്മെൻറ്റ് നടത്താനായിട്ട് ഉള്ളത്. അത് എന്തൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ആണ് എന്ന് ഇതിൻ്റെ അകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് മൈൽഡ് ആയിട്ടുള്ള സിംറ്റം ആണെങ്കിൽ അതിന് സിംറ്റമാറ്റിക് അമീലിയറേഷൻ ആൻഡ് മിറ്റിഗേഷൻ അപ്രോച്ച്. ഈ അപ്രോച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള 3 അപ്രോച്ച് ഉണ്ട്. അതിൽ ഈ സിംറ്റമാറ്റിക് അമീലിയറേഷൻ ആൻഡ് മിറ്റിഗേഷൻ അപ്രോച്ചാണ്. അത് ശമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അത് നില മെച്ചപ്പെടുത്തുന്നതിനും ശമിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ആദ്യത്തെ അപ്രോച്ചാണ് മൈൽഡ് ഡിസീസിന് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിന് ഉപയോഗിക്കേണ്ട മെഡിക്കേഷൻസ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. മെഡിസിൻസ് ലൈക്ക് അക്വനൈറ്റ് നെപ്പല്ലസ്, ആർസെനിക്കം ആൽബം, ബ്രയോണിയ ആൽബ, ജെൽസീമിയം സെമ്പർവൈറൻസ്, റൂസ് ടോക്സ്, യുപ്പറ്റോറിയം പെർഫോളിയേറ്റം, ഇപ്പക്കാക്യുയാനോ, ബെല്ലാഡോണ, ക്യാംഫൊറ may be used depending upon the symptoms, similarities, severe disease but not in critical condition. അപ്പോൾ ഇത്രയും മെഡിസിൻസ് ആണ് മൈൽഡ് ഡിസീസിന് ഉപയോഗിക്കുന്നത്. സിവിയർ ഡിസീസ് ബട്ട് നോട്ട് ക്രിട്ടിക്കൽ കണ്ടീഷൻ. ഈ സജസ്റ്റഡ് മെഡിക്കേഷൻസ് എന്ന് പറയുന്നത് അഡ്ജുവൻറ്റ് ടു സ്റ്റാൻഡേർഡ് മാനേജ്മെന്റ് ഗൈഡ് ലൈൻസ് ഇൻ ദ ഹോസ്പിറ്റൽ സെറ്റിംഗ്സ് ഓൺലി വിത്ത് ദ അപ്രൂവൽ ഓഫ് അതോറിറ്റീസ് ആൻഡ് വില്ലിംഗ്നെസ് ഓഫ് ദ പേഷ്യന്റ് ബാർ ഗാർഡിയൻ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ മെഡിക്കേഷൻസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ സെറ്റിംഗിലായിരിക്കണം, അതോറിറ്റീസിന്റെ അപ്രൂവൽ വേണം, പേഷ്യന്റ് ഗാർഡിയന്റെ വില്ലിംഗ്നെസ്സും കൂടെ വേണം. ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ചികിത്സിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഈ മെഡിക്കേഷൻസ്. ഈ പ്രിസ്ക്രിപ്ഷൻസ് കൊടുക്കേണ്ടത് ക്വാളിഫൈഡ് പ്രാക്ടീഷണർ ആയിരിക്കണം. നമ്മൾ ഓൾറെഡി പറഞ്ഞ് ആരാണ് ക്വാളിഫൈഡ് പ്രാക്ടീഷണർ എന്ന്. അടുത്തത് മെഡിസിൻസ് ലൈക്ക് ഫോസ്ഫറസ്, കെലിഡോണിയം, വിറീഡ്രം വിറൈഡ്, ഐഡം, ക്യാംഫൊറ, സിൻയോന ഒഫീസിയനാലിസ്, ലൈക്കോപോഡിയം, ആഡ്സ് അയാഡ്, ആന്റിം ആഡ്സ്, സ്റ്റാനം മെറ്റ്, കാർബോവെജ് ക്യാൻ ബി പ്രിസ്ക്രൈബ്ഡ് ഓൺ സിംറ്റമാറ്റിക് ഇൻഡിക്കേഷൻസ്. അപ്പോൾ സിംറ്റമാറ്റിക് ഇൻഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഇത്രയും മെഡിക്കേഷൻസ് പ്രിസ്ക്രൈബ് ചെയ്യാം. അടുത്തത് പോസോളജി, മരുന്നുകളുടെ അളവുകളാണ്. ഇത് ഇങ്ങനെയുള്ള മരുന്നിന്റെ അളവ് കൊടുക്കേണ്ടത് പേഴ്സൺ ബൈ പേഴ്സൺ ആണ്. അവിടെ കൺസിഡർ ചെയ്യേണ്ടത് അവരുടെ മെന്റൽ മേക്കപ്പ്, ഫിസിക്കൽ സിംറ്റംസ്, ക്യാരക്ടറിസ്റ്റിക് പർട്ടിക്കുലേഴ്സ് എക്സെട്ര. ഇത് നോക്കി വേണം മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ളത്. ലോങ് ടേം ഇൽനെസ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫാക്ടേഴ്സിന് പുറമെ ഏജ്, ഒക്കുപ്പേഷൻ, പ്രീവിയസ് ഇൽനെസ് ആൻഡ് ലൈഫ് സർക്കംസ്റ്റാൻസസ് ഇതും കൂടെ നോക്കി വേണം കൊടുക്കാനുള്ളത്. ഇറസ്പെക്റ്റീവ് ഓഫ് ഡിസീസ് വിച്ച് ഷീ ഈസ് സഫറിംഗ് ഫ്രം ആർ ആൾസോ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. അവരുടെ അസുഖത്തിന് പുറമെ ഇത്രയും കാര്യങ്ങളോടെ നോക്കി വേണം കൊടുക്കാനുള്ളത്. അതിന്റെ കാരണം ഡിക്റ്റമാണ്. ആ ഡിക്റ്റം പറയുന്നത് ഹോമിയോപ്പതി ട്രീറ്റ്സ് ദ പേഷ്യന്റ് ബട്ട് നോട്ട് ദ ഡിസീസ്. ഹോമിയോപ്പതി പേഷ്യന്റിനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അസുഖത്തെ അല്ല. ഈ പറയുന്ന അപ്രോപ്രിയേറ്റ് മെഡിക്കേഷൻസ് അവരുടെ കണ്ടീഷൻസ് ഒക്കെ നോക്കി സെലക്ട് ചെയ്ത ശേഷം അതിന്റെ പൊട്ടൻസി, ഡോസ്, റെപ്പറ്റീഷൻ അത് തിരഞ്ഞെടുക്കണം. ഈ പൊട്ടൻസി എന്ന് പറയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അവരുടെ സംവേദനക്ഷമത പേഷ്യന്റിന്റെ, ചിലർക്ക് ഹൈ ആയിരിക്കും, ചിലർക്ക് ലോ ആയിരിക്കും, അത് നോക്കണം. ടൈപ്പ് ഓഫ് ഡിസീസ് നോക്കണം, അത് അക്യൂട്ട് ആണോ ക്രോണിക് ആണോ എന്ന് നോക്കണം. നേച്ചർ ആൻഡ് ഇന്റൻസിറ്റി ഓഫ് ദ ഡിസീസ് നോക്കണം. സ്റ്റേജ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ് നോക്കണം. ആൻഡ് ആൾസോ പ്രീവിയസ് ട്രീറ്റ്മെന്റ് ഓഫ് ദ ഡിസീസും കൂടെ നോക്കണം. അപ്പൊ ഇത്രയും നോക്കിയതിന് ശേഷം മാത്രമേ മെഡിക്കേഷൻസ് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതിന്റെ ഒരു കൺക്ലൂഷൻ ഇങ്ങനെയാണ്: എ ക്വാളിഫൈഡ് ഹോമിയോപ്പതിക് ഫിസിഷ്യൻ ക്യാൻ പ്രിസ്ക്രൈബ് ആൻഡ് ഡിസ്പെൻസ് പ്രിവെന്റീവ് ആൻഡ് പ്രോഫിലാക്റ്റിക് ഹോമിയോ മെഡിസിൻസ് ഫോർ പ്രിവെന്റിംഗ് COVID-19. ഒരു ഹോമിയോപ്പതി ഫിസിഷ്യന് പ്രിസ്ക്രൈബ് ചെയ്യാം, അത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹോമിയോപ്പതി മെഡിസിൻസ് അദ്ദേഹത്തിന് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള അധികാരമുണ്ട്. 2, ദ ഹോമിയോപ്പതിക് physician can resort to homeopathy for symptom management of COVID-19 like illness. അതായത് ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടർ ഒരു വൈറൽ ഡിസീസ് ട്രീറ്റ്മെന്റ് നടത്തുമ്പം അത്
തടയാനായിട്ട് ആർക്കും അധികാരമില്ല. അങ്ങനെയുള്ളൊരു ഒരു പേഷ്യൻ്റ് അവരുടെ മുന്നിൽ വന്നാൽ അവർക്ക് ഈ ഗൈഡ് ലൈൻസ് പറയുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കും. അത് തടയാൻ പറ്റത്തില്ല. ദേ മേ പ്രൊവൈഡ് ആഡ് ഓൺ ഇൻ്റർവെൻഷൻ ടു ദ കൺവെൻഷണൽ കേസസ് ഓഫ് COVID-19. അപ്പോൾ COVID-19 പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്കും അവിടെയും ട്രീറ്റ്മെൻറ്റ് നടത്താം. പക്ഷേ ആ പ്രിസ്ക്രൈബ്ഡ് ഡ്രഗ്സ് ആസ് മെൻഷൻഡ് ഇൻ ദ ഗൈഡ് ലൈൻസ്, നമ്മൾ ഈ ഗൈഡ് ലൈൻസ് പറഞ്ഞിരിക്കുന്ന രീതിയിൽ വേണം മെഡിക്കേഷൻ കൊടുക്കാനുള്ളത്. ബട്ട് ദ സജസ്റ്റഡ് മെഡിസിൻ ഷുഡ് ബി ആസ് അഡ്ജുവൻറ്റ് ടു സ്റ്റാൻഡേർഡ് മാനേജ്മെൻറ്റ് ഗൈഡ് ലൈൻസ്. നമ്മൾ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് മാനേജ്മെൻറ്റ് ഗൈഡ് ലൈൻസിലായിരിക്കണം. ഇൻ ദ ഹോസ്പിറ്റൽ സെറ്റിംഗ് ഓൺലി, ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ വേണം കൊടുക്കാനുള്ളത്. വിത്ത് ദ അപ്രൂവൽ ഓഫ് അതോറിറ്റീസിൻ്റെ അപ്രൂവൽ വേണം. ആൻഡ് വില്ലിങ്നെസ് ഓഫ് ദ പേഷ്യൻറ്റ് ബാർ ഗാർഡിയൻ, ഈ ഗാർഡിയൻ്റെയോ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെയോ വില്ലിങ്നെസ്സും കൂടി വേണം. ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് COVID-19 ട്രീറ്റ്മെൻറ്റ് നടത്താനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ സിംറ്റംസ് മാനേജ്മെൻറ്റ് നമ്മൾ പറഞ്ഞതുപോലെ ഒരു പേഷ്യൻറ്റ് വരികയാണെങ്കിൽ അവർക്ക് മരുന്നുകൾ, ഹോമിയോപ്പതി മരുന്നുകൾ റിസോർട്ട് ചെയ്യാം. അതിന് യാതൊരു തടസ്സവും ഇല്ല. അടുത്തത്, അഡ്വർടൈസ്മെന്റ് ബൈ ഹോമിയോപ്പതിക് ഫിസിഷ്യൻ ഈസ് പ്രൊഹിബിറ്റഡ് ഇൻ വ്യൂ ഓഫ് റെഗുലേഷൻ 6 ഓഫ് ദ ഹോമിയോപ്പതിക് പ്രാക്ടീഷണേഴ്സ് പ്രൊഫഷണൽ കണ്ടക്ട്, എത്തിക്വേറ്റ് ആൻഡ് കോഡ് ഓഫ് എത്തിക്സ് റെഗുലേഷൻസ് 1982 read with section 33 and 24 of the Homeopathic Central Council Act 1973. ഇവിടെ അഡ്വർടൈസ്മെന്റ് പാടില്ല. ഹോമിയോപ്പതി മെഡിസിനെ കുറിച്ചുള്ള അഡ്വർടൈസ്മെന്റുകൾ ഒന്നും തന്നെ പാടില്ല. അത് പ്രൊഹിബിറ്റഡ് ആണ്. അത് ഓൾറെഡി അവർ ആക്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് കോടതി പറഞ്ഞു ഈ ഡോക്ടർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. അത് ഈ പറയുന്ന ഗൈഡ് ലൈൻസ് പ്രകാരം അദ്ദേഹം പ്രാക്ടീസ് ചെയ്യണം. ആയുഷ് മന്ത്രാലയം അത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പെക്സ് കോടതി, സുപ്രീം കോടതിയുടെ ഡിസിഷനും ഉണ്ട്. അതിന്റെ ബേസിൽ അദ്ദേഹത്തിന്റെ പ്രാക്ടീസ് തടയാൻ പാടില്ല. അത് തടയുന്നത് ആർട്ടിക്കിൾ 19(1)(g) ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം അത് ഇല്ലീഗലാണ്. അപ്പം അത് തടയാൻ പാടില്ല എന്ന് പറഞ്ഞ് കോടതി ഓർഡർ ഇട്ടു. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് മനസ്സിലാവുന്നത് ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ COVID-19 പേഷ്യൻ്റ് വരികയാണെങ്കിൽ ഈ രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ് നടത്താനുള്ളത്. നമുക്ക് ഒരു കോവിഡ് പേഷ്യൻറ്റിനെ വീട്ടിൽ ഇരുന്നിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തി മരുന്ന് കൊടുത്തങ്ങ് വിടാൻ പറ്റത്തില്ല. അതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലായി. സിംറ്റംസ് മാനേജ്മെൻറ്റിൽ നമുക്കത് ചെയ്യാം. പക്ഷേ അല്ലാത്ത കേസുകളിൽ ഇത്രയും കാര്യങ്ങളും വേണം. അപ്പോൾ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് വേണം ട്രീറ്റ്മെൻറ്റ് നടത്താനുള്ളത്. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ ഇതിൻ്റെ ജഡ്ജ്മെൻറ്റിൽ ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പുതിയ എന്തെങ്കിലും ടോപ്പിക്ക് വരുമ്പോൾ കാണാം. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്ക് വരുമ്പോൾ കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.